ജില്ലയിലെ കളിസ്ഥലങ്ങളിൽ വീണ്ടും കായിക വിനോദങ്ങളുടെ ആരവമുയരുന്നു. പൂപ്പാറ പുലരി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വോളിബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ന്യൂ ഇയർ മുതൽ 8-ാം തീയതി വരെ പൂപ്പാറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന വോളി 2026 ഉദ്ഘാടനം നടന്നു. ഉടുമ്പൻചോല MLA MM മണി വോളിബോൾ മാമാങ്കം ഉദ്ഘാടനം ചെയ്തു. നിശ്ചലമായ ഹൈറേഞ്ചിലെ കളിസ്ഥലങ്ങളിൽ വീണ്ടും ആവേശത്തിന്റെ ആരവങ്ങൾ ഉയരുകയാണ്. പൂപ്പാറ പുലരി ക്ലബ്ബാണ് മലയോര മേഖലയുടെ ആവേശമായ വോളിബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾക്കാണ് പൂപ്പാറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായിരിക്കുന്നത്. ഉടുമ്പൻചോല MLA MM മണി ആദ്യ സർവീസ് നിർവഹിച്ചതോടെ വോളിബോൾ മത്സരങ്ങൾക്ക് തുടക്കമായി. പ്രാദേശിക മത്സരങ്ങളിലൂടെയാണ് മികച്ച കായികതാരങ്ങളെ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ പ്രാദേശികമായി നടക്കുന്ന പ്രകടനങ്ങളിൽ നിന്നാണ് ഉന്നതന്മാരായ താരങ്ങളെ ഈ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്നതും വളർത്തിക്കൊണ്ടുവന്നതും എന്ന് ഫുട്ബോളിന്റെ വോളിബോളിന്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നു. വോളിബോൾ മത്സരങ്ങളോടനുബന്ധിച്ച് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ക്ലബ്ബ് ആദ്യകാല പ്രവർത്തകരെയും ആദരിക്കുകയും പൂപ്പാറയുടെ യുവ എഴുത്തുകാരി സേതുലക്ഷ്മി കിളിമംഗലത്തിന്റെ ബാലസാഹിത്യ നോവൽ കുട്ടാപ്പൂവിന്റെ പ്രകാശനവും നടന്നു. 8ഓളം ടീമുകൾ അണിനിരക്കുന്ന മത്സരം ജനുവരി 8-ാം തീയതി സമാപിക്കും. ആരംഭ ദിനത്തിൽ കാണികൾക്ക് ആവേശം പകർന്നു നടന്ന വനിതാ വോളിബോൾ മത്സരത്തിൽ പാല അൽഫോൻസ കോളേജും സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുടയും ഏറ്റുമുട്ടി. പാല അൽഫോൻസ കോളേജ് വിജയികളായി. 1-ാം സമ്മാനമായ 50,000 രൂപയ്ക്കും 2-ാം സമ്മാനമായ 30,000 രൂപയ്ക്കും എവറോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള മത്സരമാണ് വരും ദിവസങ്ങളിൽ പൂപ്പാറയിൽ നടക്കുന്നത്. ജനുവരി 6-7 തീയതികളിലായി സെമി ഫൈനൽ മത്സരവും 8-ാം തീയതി ഫൈനൽ മത്സരവും നടക്കും. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സൗജന്യമായി വോളിബോൾ പ്രേമികൾക്ക് മത്സരങ്ങൾ ആസ്വദിക്കുവാനുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. സിറ്റി വിഷൻ, രാജകുമാരി.